ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. വേറൊന്നുമല്ല, ഇന്ന് അമ്മമ്മയുടെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചിലപ്പോഴേ വരുള്ളൂ അമ്മമ്മയെ, കുറേ തിരക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുമായിരുന്നു. പക്ഷേ സർപ്രൈസായിട്ട് അമ്മമ്മേനെ ഒന്ന് പോയിട്ട് വിസിറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എനിക്ക് സെറ്റ് മുണ്ട് വാങ്ങിക്കരുത്, അതുപോലെ തന്നെ എനിക്ക് കേക്കൊന്നും വാങ്ങിക്കരുത് എന്നൊക്കെ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അതൊക്കെ വാങ്ങിച്ചിട്ട് വരണം എന്നാണ്. അപ്പം ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്തും ഇങ്ങനെ മുത്തശ്ശിമാരോ അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ ഒക്കെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവരത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അമ്മയുണ്ട് കേട്ടോ കൂടെ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത്. പോണ വഴിക്ക് ഞാൻ കാണിച്ചു തരാം. ഞങ്ങളിതാ കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. കേക്ക് ഇതാ ബാക്കിലിരിക്കുന്നുണ്ട്. യെസ്, നമ്മൾ വീട്ടിലേക്ക് എത്താറായി തുടങ്ങി. ഞങ്ങൾ കേക്ക് പണിക്കാരൻ എന്നുള്ള ഒരു കേക്ക് ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. കുറച്ച് അപ്പുറത്താണ് കേട്ടോ, കാണിക്കാം. അപ്പം നമ്മുടെ കേക്ക് പണിക്കാരൻ്റെ ഷോപ്പിൽ നിന്നിട്ടുള്ള വെറും പ്രഹസനങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതാണ് കേട്ടോ ഷോപ്പ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹണി ചോക്ലേറ്റ് ടഫിൾ കേക്കാണ്. പിന്നെ ഇവിടെ അമ്മമ്മ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ നിൽക്കും കേട്ടോ. ഞാനിങ്ങനെ മൊബൈൽ കാട്ടിയാൽ മതി, അപ്പോൾ തന്നെ അമ്മമ്മ സ്റ്റക്കായിട്ട് പിന്നെ ഫുൾ കോൺസെൻട്രേഷൻ മൊബൈലിലേക്കാണ്. മൊബൈൽ മാറ്റി കഴിഞ്ഞാൽ വീണ്ടും സംസാരം തുടങ്ങും കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും കണ്ടോ ഒരേ കോൺസെൻട്രേഷനാണ്. ഭയങ്കര മൊബൈലിൻ്റെ ഒക്കെ ഒരു പവറേ. ഇത് അനിയൻ്റെ മോളാണ് കേട്ടോ, പാറും അമ്മമ്മയും കൂടിയിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. പാറുവിനോട് ഞങ്ങൾ ചിരിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ, പക്ഷെ പാറു നെവർ മൈൻഡാണ്, ചിരിക്കുന്നേ ഇല്ല. പക്ഷെ പാറുവിൻ്റെ ഒരുപാട് ആക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇത് മേമയാണ്. മേമ അപ്പോൾ ഉച്ചയ്ക്കുള്ള സദ്യക്കുള്ള ഇലയൊക്കെ മുറിക്കാനായിട്ട് പോയി. ഇത് ഞങ്ങളുടെ തന്നെ പറമ്പാണ് കേട്ടോ. നമ്മുടെ പണ്ട് ഇത് വലിയ മിറ്റൊക്കെ ആയിരുന്നു ഇവിടെ തന്നെ. ഇത് ഞങ്ങളുടെ തറവാട് വീടാണ്. ഇപ്പോൾ അത് കുറച്ചൊക്കെ എന്താ പറയുക, കാലാധിക്യം മൂലം അതിൽ കുറച്ച് കേടുവന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം കേടുവന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്താ വെച്ചാൽ പട്ടിക, കഴുക്കോല് അങ്ങനെയുള്ള മരത്തിൻ്റെയൊക്കെ ആയത് കാരണം അതൊക്കെ വീണ് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണം. ഇത് നമ്മുടെ മുല്ലത്തറയൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ ഇലയൊക്കെ മുറിച്ചു. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ കുറേ കാലമായിട്ട് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയൊന്നും ചെയ്യാറില്ല. അതുകൊണ്ട് കണ്ട വെള്ളമൊക്കെ അങ്ങനെ ആകെ യെല്ലോ കളറാണ്. ഞാൻ അവിടെ പോയിട്ട് കാണിക്കേ. കുറച്ച് റിസ്ക്കിയാണ് നമ്മുടെ ഇവിടുത്തെ വഴികൾ. അപ്പോൾ നമ്മൾ അത് കൂടെ പോയിട്ട് കാണാം. ഓക്കേ, ഇതെവിടെ ഇടയ്ക്ക് മയിൽ പീറ്റിയൊക്കെ കിട്ടാറുണ്ട് കേട്ടോ എനിക്ക്. ഇത് ഞങ്ങളുടെ ശരിക്കും പണ്ട് മോട്ടറൊക്കെ വെച്ചിരുന്ന ഒരു ഇതുണ്ടായിരുന്നു, അതായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ കേടായിപ്പോയി. അപ്പോൾ മോട്ടറിനെ ഞങ്ങൾ എടുത്തു വെച്ചു. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ കുളം. പണ്ട് ഞങ്ങളൊക്കെ കുളിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്ന, തിരുവാതിരയ്ക്കൊക്കെ ഞങ്ങൾ തുടിച്ച് കുളിക്കാനൊക്കെ വന്നിരുന്ന സ്ഥലമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ ഉപയോഗിക്കാതെ ഇങ്ങനെ ആയിപ്പോയി. കുഴപ്പമില്ല. തൊട്ടപ്പുറത്ത് പാടമൊക്കെയാണ്, അതുകൊണ്ടോ കാണാനില്ലേ. അല്ല, കുറച്ച് റിസ്കി ഗെയിമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാ നമ്മളവിടെ നിന്ന് കയറി തിരിച്ചിടയ്ക്ക് തന്നെ എത്തി. ഇതാ ഓപ്പോസിറ്റ് അമ്മൂക്ക് നിൽക്കുന്നുണ്ട്, പാറു നിൽക്കുന്നുണ്ട്. പാറു ഹായ് പറയൂ. ഹായ് പറഞ്ഞു. എനിക്കിപ്പോൾ സൗകര്യമില്ല. ഇനി ഞങ്ങൾ ചെക്കൻ്റെ വീട്ടിലെ പരിപാടികൾ തുടങ്ങുകയാണ്. അമ്മ ഭയങ്കര ഡാൻസറാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യും. അപ്പോൾ ഞാൻ അമ്മൂസിനോട് പറഞ്ഞു, അമ്മൂസെ ഞാൻ വീഡിയോസ് എടുത്തുതരാം, അമ്മൂസ് ഡാൻസ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അമ്മൂനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കണ്ടു കഴിഞ്ഞാൽ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ അമ്മൂനെ കൊണ്ട് ചെയ്യിപ്പിക്കും കേട്ടോ. പക്ഷേ എന്താ പറയുക, ഒരു രക്ഷയില്ലാണ്ടാണ് അമ്മൂസ് ഡാൻസ് കളിക്കുക. അപ്പോൾ അമ്മൂൻ്റെ അതേ കട്ടയ്ക്ക് തന്നെ പിടിച്ചിട്ട് നമ്മുടെ പാറുവും ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. അതാണ്ടോ പാറു എക്സ്പ്രഷൻ ക്യൂനാണ് കേട്ടോ. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് ചെയ്യും. സ്മൈൽ ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കണ്ടോട്ടോ, സ്മൈൽ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതാണ്ടോ എന്തൊക്കെ എക്സ്പ്രഷൻസാണ് ചെയ്യുക. എക്സ്പ്രഷൻ ക്യൂനാണ് ഞങ്ങളുടെ പാറു. അപ്പം ഇനി നമ്മൾ കേക്ക് കട്ട് ചെയ്യായി കേട്ടോ. അപ്പോൾ അതാ ഞാൻ കേക്കിനെയൊക്കെ എടുത്ത് സെറ്റ് ചെയ്തു. പാറുവിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, അതെന്താ ചോദിക്കുമ്പോൾ പാറു പാപ്പാണെന്നൊക്കെ പറയുന്നുണ്ട്. കഴിക്കാനുള്ള ഭക്ഷണം എന്നാണ് പാറു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അമ്മമ്മയെ സെറ്റ് ചെയ്തു. അമ്മമ്മേനെ ഞാൻ ഇവിടെ കേക്കൊക്കെ വെച്ച് ഇരുത്തി. അമ്മമ്മ ചറ പറന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ.
അപ്പോൾ എന്തായാലും അമ്മമ്മയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും വന്ന് എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് കേക്കൊക്കെ കട്ട് ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് എപ്പോഴും ഇത് കൊണ്ടുവരരുത് പറയുക. എന്നാലും ഇതൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു ചെറിയ കഷ്ണേ അമ്മമ്മ കഴിക്കുള്ളൂ കേട്ടോ. അത്ര അധികം കഴിക്കുകയൊന്നുമില്ല. ചുമ വരും എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും അധികം കഴിക്കില്ല. അപ്പോൾ അങ്ങനെ അമ്മൂസ് ഇതാ വീഡിയോസ് എടുക്കുന്നുണ്ട്. അമ്മയാണ് കേട്ടോ ആ യെല്ലോ സാരി അമ്മ എല്ലാവർക്കും പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ പാറു ഇങ്ങനെ ഇപ്പോൾ കിട്ടും എന്നുള്ള ഭാവത്തിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. മേമുണ്ട്, അമ്മൂൻ്റെ അമ്മ ഉണ്ട്, ഞങ്ങളുടെ തോന്നല്ലൂർ അമ്മ ഉണ്ട്. ഞങ്ങൾ എല്ലാവരും ചേർന്നിട്ടുള്ള ഞങ്ങളുടെ ഒരു ചെറിയ സന്തോഷമായിരുന്നു ഇത്. ഞങ്ങളെല്ലാവരും അമ്മമ്മയ്ക്ക് കേക്കൊക്കെ കൊടുത്തു. ഇനി കേക്കൊക്കെ കഴിച്ച് കുറച്ച് നേരം അമ്മൂസ് പറഞ്ഞ കേട്ടോ നമുക്ക് ചേച്ചി വേഗം കേക്ക് കട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ആരും കഴിക്കില്ല. അപ്പോൾ ഇപ്പം തന്നെ വേഗം കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം കഴിക്കാം. പിന്നെ എനിക്ക് കുഞ്ചു വരുമ്പോഴേക്കും തിരിച്ച് വീട്ടിലേക്ക് തന്നെ എത്തണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ വേഗം കഴിച്ചു. ഇതാണ്ടോ അമ്മയും അമ്മമ്മയും ഭയങ്കര കൂട്ടാണ് കേട്ടോ. അപ്പോൾ അത് കാരണം അമ്മ എൻ്റെ കൂടെ വേഗം വന്നു മുളഞ്ഞൊരുക്കെന്ന് പറഞ്ഞപ്പോൾ. ഇനി ഞങ്ങളിതാ അടുത്തത് നമ്മുടെ സദ്യ, അതാണ് നമ്മുടെ മെയിൻ. അപ്പോൾ ഞങ്ങൾ സദ്യക്ക് ഞങ്ങൾ എത്തിയപ്പോഴേക്കും അമ്മൂൻ്റെ അമ്മയും മേമയും ഒക്കെ പാടെ ഫുള്ള് സദ്യക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വീഡിയോ ഒക്കെ എനിക്ക് എടുത്തു തരുന്നത് അമ്മൂസാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്തു. സദ്യ ഗംഭീര സദ്യയായിരുന്നു കേട്ടോ. പിന്നെ ഈ ചക്കയൊക്കെ ഉണ്ടായതുകൊണ്ട് ചക്കലിശ്ശേരി ഉണ്ടായിരുന്നു, കായ കൊണ്ട് ഉപ്പേരി ഉണ്ടായിരുന്നു, പിന്നെ സ്പെഷ്യൽ സാമ്പാർ ഉണ്ടായിരുന്നു, തോരൻ ഉണ്ടായിരുന്നു, മാങ്കറി ഉണ്ടായിരുന്നു, മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, എല്ലാം അതിഗംഭീരമായിട്ട് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇഞ്ചിക്കറി ഉണ്ടായിരുന്നു. ഇനി നമ്മളെല്ലാവരും ഓരോ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവസാനം നമ്മളങ്ങനെയാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.